വിമാന ദുരന്തത്തിൽ മരിച്ച മലയാളി യുവതിയെ ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെതിരെ ജനരോഷം ശക്തവും വ്യാപകവുമാകുന്നു. ബിജെപിയും യൂത്ത് കോൺഗ്രസും വെള്ളരിക്കുണ്ട് കേന്ദ്രീകരിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട രഞ്ജിതയെ അധിക്ഷേപിച്ച വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജെപി ബളാൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളരിക്കുണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പവിത്രന്റെ ഫോട്ടോയിൽ ചെരുപ്പുമാല അണിയിച്ചും പ്ലക്കാർഡുകൾ ഏന്തിയുമായിരുന്നു പ്രതിഷേധം. വെള്ളരിക്കുണ്ട് ടൗണിൽ വെച്ച് നടത്തിയ പ്രതിഷേധ യോഗം കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിക്കണ്ണൻ ബളാൽ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിലെ മദ്യപാനിയ, മനോരോഗിയ, ഇത്തരത്തിലെ ആളുകളെ ഈ സർവീസിൽ വെച്ച് പുലർത്താൻ പാടില്ല. നിർബന്ധമുന്തിയ ഈ നാടാകത്തിന്റെ പ്രതിഷേധ സമയത്ത് അവരൊരു തട്ടിക്കൂട്ട് പരിപാടി ഇപ്പൊ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്താ സസ്പെൻഡിന്റെ അവസ്ഥ? ഓനെ വീട്ടിലിരുന്നാൽ ശമ്പളം കിട്ടും, ഓനെ തിന്നാനുള്ള വീട്ടിലിരുന്നാൽ കിട്ടും. അതാണ് ഈ സസ്പെൻഡിന്റെ അവസ്ഥ. അതല്ല, ഈ സർവീസിൽ നിന്നും ഈ പവിത്രനെ തമ്മാടിയെ ചെകുത്താനെ പിരിച്ചുവിടണം എന്നാണ് ബിജെപി ആവശ്യപ്പെടുന്നത്. പിരിച്ചുവിടാത്ത പക്ഷം ഈ താലൂക്കിന്റെ പടി ചവിട്ടാൻ ആ പരമച്ചേറ്റയെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി സംബന്ധിച്ച മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ചടങ്ങിൽ ബിജെപി ബളാൽ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സാജൻ പുഞ്ച അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി ടി പി സന്തോഷ് സ്വാഗതം പറഞ്ഞു. സദാനന്ദൻ, എസ് വി അരുൺ, പി വി വിനോദ്, ടി സി രാമചന്ദ്രൻ, റജികുമാർ, ഉത്തമൻ വെള്ളരിക്കുണ്ട്, കുഞ്ഞിരാമൻ ബളാൽ, രമണി കൊന്നക്കാട്, ദീപു മാലോ തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ബളാൽ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രവർത്തകർ പന്തംകുളത്തി പ്രകടനം നടത്തിയാണ് പവിത്രനെതിരെ വെള്ളരിക്കുണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ദുരന്തത്തിൽ മരിച്ച യുവതിയെ അശ്ലീലപരമായി അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാരുടെ നടപടി അങ്ങേയറ്റം ഹീനമാണെന്ന് യൂത്ത് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹരീഷ് പി നായർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ സാധാരണ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇതുപോലുള്ള ഇങ്ങനെ മരണപ്പെട്ട ഒരാളെ അപമാനിച്ചാൽ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരൊക്കെ ഈ വിഷയം ഏറ്റെടുക്കും. ഇപ്പോൾ ഈ സമയം കഴിഞ്ഞ് ഈ പ്രശ്നം കഴിഞ്ഞ് ഏതാണ്ട് 24 മണിക്കൂർ കഴിയുന്ന സമയത്തും കേരളത്തിലെ ഒരു സാംസ്കാരിക നായകനും ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒന്ന് അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് CPM-ന്റെ യൂണിയനിൽപ്പെട്ട അല്ലെങ്കിൽ ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ഒരാൾ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എന്തു ചെയ്താലും അതിനൊന്നും പ്രതികരിക്കേണ്ട എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ചടങ്ങിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിബിൻ ആലപ്പാട്ട് അധ്യക്ഷനായി. പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് തമ്പാൻ, ജില്ലാ സെക്രട്ടറിമാരായ വിനോദ് കപ്പിത്താൻ, മാർട്ടിൻ ജോർജ്, ബിബിൻ അഗസ്റ്റിൻ, അഡ്വക്കേറ്റ് ജോസ് സെബാസ്റ്റ്യൻ, സിബിച്ചൻ പുളിങ്കാല തുടങ്ങിയവർ സംസാരിച്ചു. ബളാൽ ഗ്രാമപഞ്ചായത്ത് അംഗം KR വിനു നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വെള്ളരിക്കുണ്ട്.